ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശരണ്ട്രൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ സെല്ലിങ് 16,000 രൂപയ്ക്ക് നടക്കുമോ എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ പേരും വീഡിയോ കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നത് നമുക്ക് പ്രീമിയം കളക്ട് ചെയ്യാനല്ല, നമ്മൾ പേ ചെയ്ത പ്രീമിയത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനാണ്. അത് മാക്സിമം ലോസിലേക്ക് പോകാണ്ടിരിക്കാനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾ കോൾ സ്പ്രെഡ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾ കണ്ടീഷനിൽ കോളിനെ നമുക്ക് കോൾ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ ഹെഡ്ജിങ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വെച്ചുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കോൾ സ്പ്രെഡ് എന്ന് വരുന്നത്, അല്ലെങ്കിൽ പുട്ട് സ്പ്രെഡ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതായത് ലിമിറ്റഡ് റിസ്ക്കും ലിമിറ്റഡ് റിവാർഡും ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ ബുൾ കണ്ടീഷനിൽ എങ്ങനെ കോളിനെ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ മാർക്കറ്റിനെ കുറിച്ചിട്ട് ഒരു ന്യൂട്രൽ ടു ബുള്ളിഷ് മൂഡാണ്. മാർക്കറ്റ് ന്യൂട്രൽ ആവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ബുള്ളിഷ്, ഒരു സൈഡ് വൈസ് മാർക്കറ്റിന് ശേഷം നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കുറച്ച് നേരം ഒരു റീജിയനിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ ടൈം വാല്യൂ ഡേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ബുൾ കണ്ടീഷനിൽ എപ്പോഴും നമ്മൾ കോളിനെ ബൈ ചെയ്യാണ് ചെയ്യാറ്. എന്തിന്? കോളിനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, കോളിനെ യൂസ് ചെയ്തിട്ട് ബുൾ കണ്ടീഷനിൽ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ആദ്യം ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് വൈസ് മാർക്കറ്റിൻ്റെ സമയത്ത് നമുക്ക് ടൈം ഡേക്കേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ വരാൻ പാടില്ല. ഇനി അഥവാ നമ്മൾ റിവേഴ്സ് അടിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ലോസ്, നമ്മൾ അടച്ച പ്രീമിയം മൊത്തം ലോസ് ആവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും വിചാരിച്ചു കഴിഞ്ഞാൽ, കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും പ്രീമിയം കുറഞ്ഞ ഒന്ന്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ഇരിക്കുന്ന ഒരു കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തിടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ ലോസ് കുറവായിരിക്കും. നമ്മൾ വിചാരിച്ച ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ ഒരു ലിമിറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ സ്ട്രാറ്റജി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ദ മണിയിലിരിക്കുന്നതോ ഇൻ ദ മണിയിലിരിക്കുന്നതോ ആയ കോൾ ഓപ്ഷനെ നമ്മൾ ബൈ ചെയ്യുകയും ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ അറ്റ് എ ടൈം തന്നെ ഔട്ട് ഓഫ് ദ മണി ഇരിക്കുന്ന ഒരു കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമ്മളെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ബ്രേക്ക് ഈവൻ അറ്റ് എക്സ്പയറി, ഇത് എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കതും കാണാൻ പറ്റും. നമ്മൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണോ ബൈ ചെയ്തത് അതിൽ നിന്ന് നമ്മൾ നെറ്റ് പ്രീമിയം എത്രയാണോ അടച്ചത് അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ നമുക്ക് ഒരു സംശയം വന്നു, എന്താണ് നെറ്റ് പ്രീമിയം പെയ്ഡ്? നെറ്റ് പ്രീമിയം പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ മണി ഇരിക്കുന്നതോ ഇൻ ദ മണി ഇരിക്കുന്നതോ ആയ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് പ്രീമിയം എന്ന് വിചാരിക്കുക. ഓക്കെ, ഔട്ട് ഓഫ് ദ മണി ഇരിക്കുന്നതിൻ്റെ ഒരു 70 രൂപയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 70 നമുക്ക് കിട്ടുന്ന പ്രീമിയമാണ്. 100 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രീമിയമാണ്. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 30 രൂപയാണ് നമ്മൾ പേ ചെയ്യുന്നത്. നെറ്റ് പ്രീമിയം പെയ്ഡ് എന്ന് പറയുന്നത് 30 രൂപയാണ്. ഓക്കെ, നമുക്ക് മാക്സിമം ലോസ് വരാൻ പോകുന്നത് ആ 30 രൂപയാണ്. ഓക്കെ, ഇനി നമുക്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് നോക്കാം, നമുക്ക് 1:1 പോലും റിവാർഡ് കിട്ടുന്ന കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ നോർമലി ഉപയോഗിക്കുമ്പോൾ കിട്ടാറില്ല. ഓക്കെ, നമുക്കത് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ഇതിൽ എങ്ങനെ എടുക്കാമായിരുന്നു എന്നുള്ള രീതി എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏത് കണ്ടീഷനിലാണ്? ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, ഈ ഒരു കണ്ടീഷനിലാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്കറിയാം എന്തൊരു നല്ലൊരു സപ്പോർട്ട് സോൺ എന്നറിയാം. അപ്പോൾ ഈ ഒരു റീജിയനിൽ വന്ന ടൈമിൽ നമ്മൾ ഒരു എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു റിവേഴ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ ഒരു എൻട്രി എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ ടച്ച് ചെയ്തപ്പോഴാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഏകദേശം 32,000 ഈ ഒരു റീജിയൻ ആക്കട്ടെ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ. അപ്പോൾ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 32,806. അപ്പോൾ അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 32,800 അപ്പോൾ നമുക്ക് ഇൻ ദ മണി ഉള്ളതിന് എടുക്കാം. 32,700 എന്നുള്ളൊരു പ്രൈസ് ലെവൽ എടുക്കാം. ഔട്ട് ഓഫ് ദ മണി ആയിട്ട് പരിഗണിക്കുന്നത് 32,900 നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്ത് ഈ റീജിയനിൽ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ബൈ ചെയ്യാനുള്ള 32,700 എന്നുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് 12th May എക്സ്പയറി ഉള്ളത് എടുത്തു വയ്ക്കുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്നത് 32,900 ഔട്ട് ഓഫ് ദ മണി ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസും എടുത്തു വയ്ക്കുന്നു. ഓക്കെ, ഇത് സെല്ല് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ സമയത്ത് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ആണ് പറഞ്ഞത്, അതുപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി പ്രകാരം ഈ ഒരു റീജിയൻ എടുക്കുന്നു. നമ്മൾ എക്സിറ്റ് പോയിന്റ് നോക്കിയില്ലല്ലോ. എക്സിറ്റ് പോയിന്റ് ഈ ഒരു ഹൈ ആയിക്കോട്ടെ.
ഓക്കെ, ഈ ഒരു ഹൈ നിന്നാണ് നമ്മൾ എക്സിറ്റ് ആവുന്നതെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ബൈ ചെയ്ത് തന്നെയാണ്. ഇനി സെല്ല് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, സെല്ല് ഈ ഒരു പോലെ നിന്നാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. സെല്ല് ചെയ്തിട്ട് ഹൈയിൽ വെച്ചു. ഓക്കെ, നമുക്കിത് രണ്ടും നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഒരു 14 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ സെല്ല് ചെയ്തുകൊണ്ട് ഇത് ലോസ് ആയിരിക്കും, ഇത് നമ്മൾ ബൈ ചെയ്തുകൊണ്ട് ഇത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശം നെറ്റ് എഫക്റ്റ് 14 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊരു ചെറുതായിട്ട് നെഗറ്റീവ് കണ്ടീഷൻസിലേക്ക് വന്നിട്ടില്ലേ, അതായത് ഈ ഒരു റീജിയൻ വരെ, അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ലോസും നോക്കാം. ഈ ഒരു റീജിയനിലാണ് നമ്മൾ എക്സിറ്റ് ആവുന്നത്. റിവേഴ്സ് ആദ്യം വിചാരിച്ച് എക്സിറ്റ് ആവുകയാണെങ്കിൽ ഇവിടെ 21 രൂപ ലോസാണ്. നമുക്ക് നെറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് 21 രൂപയാണ്, ഇത് 24 രൂപേൻ്റെ അടുത്താണ്, ഏകദേശം 3 രൂപ പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രോഫിറ്റ് ആവണമെന്നില്ല, പക്ഷെ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാം രണ്ട് ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും. ഓക്കെ, ഇത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിലിട്ടിട്ട് ബിൽഡറിലിട്ടിട്ട് നോക്കി നോക്കാം. ഓക്കെ, അത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു റീജിയനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഓപ്പണിംഗ് ആവുന്നത് ഈ ഒരു റീജിയനിലാണെന്ന് വിചാരിക്കുക, ഫ്ലാറ്റായിട്ട്. ഓക്കെ, ഇത് ഏകദേശം 32,888 ഇപ്പോൾ നമുക്ക് 32,900 നമ്മൾ അറ്റ് ദ മണിയാണെന്ന് വിചാരിക്കുക. 33,000 നമുക്ക് ഈ ഔട്ട് ഓഫ് ദ മണിയാണ്. 32,800 നമുക്ക് ഇൻ ദ മണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അതായത് ബാങ്ക് നിഫ്റ്റി എടുക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻസിൽ 12 മെയിലുള്ള ഓപ്ഷനിൽ 32,800 എന്നുള്ളത് ഇൻ ദ മണിയാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷനെ നമ്മൾ ബൈ ചെയ്യുന്നു. അപ്പോൾ ഇൻ ദ മണി ഇരിക്കുന്നതിനെ ബൈ ചെയ്തു. ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എസ്റ്റിമേറ്റഡ് കാശ് വേണ്ടത് ഇത്രയാണ്. മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ അടച്ച പ്രീമിയമാണ് മാക്സിമം ലോസ് വരിക. ഈ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് 33,000 സ്ട്രൈക്ക് വെച്ച് നമ്മളതിനെ സെല്ല് ചെയ്യും സീനെ. ഓക്കെ, അപ്പോൾ ആഡ് പൊസിഷൻ കൊടുത്തു. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ മാക്സിമം പ്രോഫിറ്റ് 2,000 ഒതുങ്ങി. അതായത് അൺലിമിറ്റഡ് ആണെന്നുള്ളത് ചുരുങ്ങി 2,000 ഒതുങ്ങി. നമ്മുടെ മാക്സിമം ലോസ് 13,000 എന്നുണ്ടായിരുന്നത് 2,876 എന്നുള്ള ലെവലിലേക്ക് ഒതുങ്ങി. ഓക്കെ, ഇനി നമുക്കിവിടെ എസ്റ്റിമേറ്റഡ് മാർജിൻ എന്ന് പറഞ്ഞത് 16,000 രൂപയെ വരുന്നുള്ളൂ. അതായത് ഒരു ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടും നമുക്ക് 16,000 രൂപയാണ് ഇത് വരുന്നുള്ളൂ, എസ്റ്റിമേറ്റഡ് മാർജിൻ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. എക്സ്പയറി ഡേറ്റ് അന്ന് ചെറുതായിട്ടൊരു ഇൻക്രിമെൻറ്റ് 32,916 മുകളിൽ ഒരു ഇൻക്രിമെൻറ്റ് വരികയാണെങ്കിലും സഡൻ ആയിട്ട് നമ്മളെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ അറ്റ് ദ മണിയിലോ ഇൻ ദ മണിയിലോ ആണ് ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ ഡെൽറ്റ വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഡെൽറ്റ വാല്യൂ കൂടി ഒരു മാക്സിമം പീക്കിലെത്തും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൊമെൻ്റ് ഉണ്ടാവും മറ്റൊരു പീക്ക് വരെ കേട്ടോ. അതിനുശേഷം ചേഞ്ച് ചെയ്യില്ല, കാരണം നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഒരു കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യുകയും കൂടി ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഈ സ്ട്രാറ്റജിനെ കുറിച്ച് ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.